ഫസ്റ്റ് ഉണ്ടായിരുന്ന കാർത്തിക്കും ഇപ്പത്തെ കാർത്തിക്കും തമ്മിലൊരു നല്ലൊരു ചേഞ്ച് ഉണ്ടല്ലോ. ഇപ്പോഴും എപ്പോഴും എന്നെ ചീത്ത പറയുന്നതിന് ഒരു മാറ്റവും ഇല്ല. കാരണം ഇത് ക്യാമറ അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോൾ അതുവരെയുള്ള ആളേ അല്ല. ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, സത്യം. അതുവരെ അമ്മ രക്ഷപ്പെടും. അമ്മ അതെടുത്ത് വെച്ച് ഇതെടുത്ത് വെച്ച് അമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണ് അല്ല അങ്ങനെ നിക്കും. ചിലപ്പോ നമ്മളിങ്ങനെ നിക്കുമ്പോ ഇങ്ങനൊക്കെ പറയും. ഞാൻ പണ്ട് അതൊക്കെ ആ തുടക്ക സമയത്ത് അമ്മയുടെ ചൊൽപ്പടിക്ക് നിന്നോ ഇല്ല ആർട്ടിസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ചോ? ഇപ്പൊ ദേഷ്യപ്പെടാറില്ല. ഇപ്പൊ ചേച്ചിക്ക് അറിയാം കാർത്തികിന്റെ രീതി അറിയാം. പൊതുവേ ദേഷ്യപ്പെടാറില്ല. നേരത്തെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറയും, കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടരുത്, ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരിയല്ല. കാരണം അത് നന്നാവാൻ വേണ്ടിട്ടല്ല, അത് എല്ലാം ഇങ്ങനെ എല്ലാം നമ്മള് നമ്മുടെ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും എല്ലാം ഞാൻ തന്നെയാ ചെയ്യാം. അസിസ്റ്റൻസ് ഒന്നും അങ്ങനെ ഇല്ല. അപ്പൊ എല്ലാം ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഈ നമ്മൾ ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വരുമ്പോൾ ഈ ആർട്ടിസ്റ്റ് സൈഡിലൂടെ വരുമ്പോൾ നമുക്ക് ആ ഒരു സാധനം കിട്ടാതെ വരുമ്പോൾ കുറെ കഴിയുമ്പോഴേ നമുക്കങ്ങ് അങ്ങനത്തെ ഒരു ഇതിൽ പറ്റുന്നതായിരുന്നു. പക്ഷെ അതൊരു നല്ലൊരു റീസൺ അല്ല. അതിന്റെ ഇടയ്ക്കാണ് അമ്മയുടെ സ്ക്രീനിൽ നിന്ന് ഔട്ടായിട്ടുള്ള കളിയും കാർത്തികിന്റെ കൺട്രോള് പോയതായിരുന്നു.